കേരളത്തിലെ തമിഴ്നാട്ടിലെയും ഇലക്ഷൻ റിസൾട്ട് കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണല്ലോ. ഒരു ആർക്കിടെക്ട് എന്ന നിലയിൽ എനിക്കിതിൽ കാണാൻ കഴിയുന്ന ചില പാഠങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ നമ്മുടെ ദളപതി വിജയുടെ എൻട്രി ഉണ്ടല്ലേ, കൃത്യമായൊരു പ്ലാനിങ്ങും നല്ലൊരു ഫൗണ്ടേഷനും ഉണ്ടെങ്കിൽ ഏതൊരു പുതിയ ബിൽഡിങ്ങും എത്രയും പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ നേടുമെന്നതിന് കൃത്യമായൊരു ഉദാഹരണം തന്നെയാണ് അത്. പഴയ സ്ട്രക്ചറുകൾ മാറ്റി നിർത്തി പുതിയ മാസ് ഡിസൈൻസ് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അത് സ്വീകരിക്കും. അതൊരു ഗെറ്റിംഗ് സ്റ്റൈൽ എൻട്രി തന്നെയാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ കഥ മാറുകയാണ്. 10 കൊല്ലം വരച്ച നമ്മുടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സംഭവം ഒരു മെയിൻ്റനൻസ് ഇല്ലാത്ത പഴയ വീട് പോലെയായി. ഫൗണ്ടേഷൻ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാലത്തിനനുസരിച്ച് കൃത്യമായ രീതിയിൽ സ്ട്രക്ചറിൽ ബലപ്പെടുത്തിയില്ല എങ്കിൽ അത് എത്ര വലിയ കൊട്ടാരമാണെങ്കിലും തകരും. ഇലക്ഷൻ ആണെങ്കിലും വീട് പണിയാണെങ്കിലും ഒരു കാര്യമുണ്ട്, നമ്മളൊരു എക്സ്റ്റീരിയർ ഡിസൈനോ വേറെ ആരെങ്കിലും പറയുന്നതോ കേട്ട് ഇറങ്ങിത്തിരിക്കരുത്. ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് പോലെ അഥവാ നമ്മുടെ BOQ പോലെ കൃത്യമായ പ്ലാനിങ്ങും കണക്കും വേണം, ഇല്ലെങ്കിൽ പണി പാളും. അപ്പോൾ ഇലക്ഷൻ റിസൾട്ടൊക്കെ വരാൻ പോകുന്ന വീട് പണിക്കൊരു പാഠമാകട്ടെ. ഒരു സ്ട്രോങ് പ്ലാനിങ്ങിന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഈ വീട് ആർക്കിടെക്ട്സ് ഉണ്ടാവും നിങ്ങളുടെ കൂടെ. അപ്പോൾ കാണാം.